ഹായ് ഹലോ ഇന്ന് നമ്മൾ ജേണൽ ബുക്ക് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ കുറച്ച് പേജസ് എടുത്തിട്ടുണ്ട്. A4 ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. 18 പേജോളമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ കയ്യിൽ. അപ്പോൾ അത് ഞാൻ എടുത്തു. പിന്നെ അത് നമുക്ക് ഡൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി 2 പാക്കറ്റ് ബ്രൂ എടുത്തിട്ടുണ്ട്. 5 രൂപയുടെ 2 പാക്കറ്റ് ബ്രൂ. അത് നല്ല വെള്ളം ചൂടാക്കിയിട്ട് അതിലേക്ക് ബ്രൂ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബ്രൂ ഫുള്ളായിട്ട് നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ചൂടുള്ള വെള്ളം തന്നെ എടുക്കണം, അല്ലെങ്കിൽ ബ്രൂ അലിയില്ല. അതുകൊണ്ടാണ് നല്ല ചൂടുള്ള വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യണം. പക്ഷെ നമ്മൾ ചൂടുള്ള വെള്ളത്തേക്ക് പേപ്പർ ഇടുന്നില്ല കേട്ടോ. ചൂടാറിയതിന് ശേഷമേ പേപ്പർ അതിലേക്ക് മുക്കി വയ്ക്കുന്നുള്ളൂ. അപ്പോൾ ബ്രൂ ഇട്ടപ്പോഴും ഞാൻ കുറേ വെള്ളം ഒഴിച്ചത് കൊണ്ടായിരിക്കണം കളർ അധികം വന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചായയിൽ ഇടാം കേട്ടോ. ഞാൻ ആദ്യം ഇത് മാത്രം ഇട്ടിട്ട് ചെയ്തു. അതിനുശേഷം ആലോചിച്ചപ്പോൾ കുറച്ച് ചായപ്പൊടി ഇടുന്നത് നല്ലതായിരിക്കും തോന്നി ചായ ഉണ്ടാക്കിയിട്ട്. ചായക്ക് നല്ല കടുപ്പായിരിക്കും, കാരണം അത്രയധികം ചായപ്പൊടി ഇട്ടിട്ട് നന്നായി തിളപ്പിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്തത്. അപ്പം ഒരു ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഓരോ പേപ്പർ വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. 2 സൈഡും നമ്മൾ ഒന്ന് മുക്കിയെടുത്തു. എന്നിട്ട് അതിൽ തന്നെ വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് അടുത്ത പേപ്പർ വയ്ക്കുക. അങ്ങനെയാണ് നമ്മൾ ഡൈ ചെയ്തെടുക്കുന്നത്. അപ്പം മുക്കിയിട്ടൊരു 1 മണിക്കൂറോളം ഞാൻ വെച്ചിട്ടുണ്ടായിരിക്കും. അതിന് ശേഷം ഞാനത് പിടിക്കുമ്പോഴൊക്കെ പേപ്പർ കീറി വരികയായിരുന്നു. ശരിക്കും അത്ര നേരം വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി മാത്രം വെച്ചതാട്ടോ. എന്താണെന്ന് വെച്ചാൽ കളറ് എനിക്ക് അത്ര അധികം ഇല്ലാത്തതുപോലെ തോന്നി. അപ്പോൾ കുറച്ചും കൂടി നേരം വെച്ചതാണ്. അപ്പോൾ കളർ കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞില്ലേ, കാപ്പിപ്പൊടിയേക്കാളും നല്ലത് ചായപ്പൊടിയാണ്. അപ്പം അതൊന്ന് തിളപ്പിച്ചൊഴിച്ച് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ ബ്രൈറ്റായിട്ട് കിട്ടും. അപ്പം ഞാനിതുപോലെ ബാക്കി വന്ന കാപ്പിപ്പൊടി കലക്കിയതും കൂടെ ഒന്നുകൂടെ ഒഴിച്ച് ചൂടാറിയിട്ട് വേണം നമ്മളതിലേക്ക് ഒഴിക്കാനായിട്ട്. അല്ലെങ്കിൽ ഞാൻ ഉപയോഗിച്ച ട്രേ വരെ കേടായിപ്പോവും. പിന്നെ ഇത് ചെയ്യുമ്പോൾ പരിസരത്തൊന്നും വൈറ്റ് കളറുള്ള ഒരു സംഭവം വെക്കേണ്ട, കാരണം എല്ലാം ഇതുപോലെ ബ്രൗൺ കളറായി മാറും. ഇതിൻ്റെ പിഗ്മെൻറ്റ് എല്ലായിടത്തും ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള വല്ല സ്ഥലത്ത് ചെയ്താൽ മതി. വീടിൻ്റെ പുറത്തെങ്ങാനും കൊണ്ടുവച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ നമ്മൾ കുറച്ച് ചായപ്പൊടി ഇതുപോലെ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട്, അല്ലെങ്കിൽ ചായ ഉണ്ടാക്കുന്ന പോലെ ചെയ്തിട്ട് ചൂടാറാൻ വെച്ച് അതിലേക്ക് ഒഴിച്ചു, കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഒരു അരമണിക്കൂർ നേരം വെച്ചതിന് ശേഷം ഓരോ പേപ്പർ എടുക്കുക. എന്നിട്ട് നമ്മൾ ഷീറ്റിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വീടിൻ്റെ അകത്ത് തന്നെ ചെയ്യുന്നത്. പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പറന്നു പോയില്ലേ, അതുകൊണ്ട് അകത്ത് വെച്ചു. അകത്ത് ഫാൻ ഇട്ടിട്ട് വെക്കുക. പറന്നു പോകാതിരിക്കാൻ എന്തെങ്കിലുമൊക്കെ വെയിറ്റ് കയറ്റി വെച്ചാൽ മതി. അപ്പോൾ ഈ നനഞ്ഞിരിക്കണോണ്ട് പറന്നു പോയില്ല. നനവ് മാറി തുടങ്ങുമ്പോഴാണ് പറന്നു പോകാൻ തുടങ്ങുന്നത്. അപ്പോൾ സൂക്ഷിച്ചെടുക്കണം, കാരണം സൈഡൊക്കെ കീറിപ്പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കീറിയാലും കുഴപ്പമൊന്നുമില്ല, നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിച്ച് വെക്കാനൊക്കെ പറ്റും. ഞാനങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, അവിടെ ഇവിടെ കയറ്റൊന്ന് പിടിച്ചു, കാരണം അത്ര അധികം ഷീറ്റൊക്കെ വെക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഒരെണ്ണത്തിൻ്റെ മുകളിൽ ഒരെണ്ണം കയറ്റി വെച്ചതുകൊണ്ട് ചില സ്ഥലത്ത് പിടിച്ചു, ചില സ്ഥലത്ത് പിടിച്ചില്ല. അങ്ങനത്തെ ഒരു ടെക്സ്ചറാവുന്നത്. പക്ഷെ എനിക്കത് കുഴപ്പമില്ല, കാരണം ഒരു വിൻറ്റേജ് ലുക്കാവുമ്പം ഇതുപോലൊക്കെ വരും, സ്വാഭാവികം. അപ്പോൾ നമ്മുടെ പേപ്പറൊക്കെ റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട്. ഈ സൈഡൊക്കെ കീറിയിരിക്കുന്നത് കണ്ടോ. ആ ഭാഗത്ത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇച്ചിരി ഫെവിക്കോൾ എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് കൈ കൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതവിടെ ഒട്ടിയിരിക്കും കേട്ടോ. പക്ഷെ അത് നമ്മളത് ഡിസ്റ്റർബ് ചെയ്യരുത്, കുറച്ച് നേരം വെക്കണം. ഇത് ഞാൻ മടക്കി എടുത്തിട്ടുണ്ട്, ഇങ്ങനെ പകുതിയായിട്ട് മടക്കിയെടുത്തു. അപ്പം നമുക്ക് ഇരട്ടി പേജ് കിട്ടുമല്ലോ. ഒരു 18ഓളം പേജ് ഉണ്ടായിരിക്കും. അത് ഞാൻ ഇതുപോലെ മടക്കി എടുത്തു. കറക്റ്റായിട്ട് മടക്കണം. സാധാ മടക്കണ പോലെ മടക്കി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ കയറി ഇറങ്ങി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നോക്കി കണ്ട് മടക്കിയെടുക്കാം. പിന്നെ ഇത് ഞാൻ മടക്കിയതിന് ശേഷം ഞാൻ തുന്നായിരിക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കിയത്. ഈ A4 ഷീറ്റിന് പലതും പല സൈസായിട്ടാണ് വരുന്നത്. 2 കെട്ടെന്നാണ് എടുത്തത്. മുന്നേ ഉപയോഗിച്ചിരുന്നതും പിന്നെ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതുമായ A4 ഷീറ്റുകൾ എടുത്തിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പം അതുകൊണ്ടായിരിക്കണം രണ്ടും 2 സൈസായിട്ട് വന്നത്. അപ്പം ഇനി ഇത് ഹാൻഡ് പെയിൻറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പശ വെച്ച് ഒട്ടിക്കുന്നില്ല, കാരണം പശ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊരു ഭംഗി ഉണ്ടാവില്ല കാണാൻ. അപ്പോൾ ബൈൻഡ് ചെയ്യാൻ തന്നെ വിചാരിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ റെഫർ ചെയ്തിട്ട് എങ്ങനെയാണ് ബൈൻഡ് ചെയ്യുന്നത് പഠിച്ചു വെച്ചിട്ടുണ്ട്. മുന്നേ ഞാൻ ബൈൻഡ് ചെയ്യാറുണ്ട്, പക്ഷെ അത് ഇതുപോലെയല്ല, തുന്നൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മൾ യൂട്യൂബൊക്കെ നോക്കുമ്പം ഇങ്ങനെയും ബൈൻഡ് ചെയ്യാം എന്ന് മനസ്സിലായി. ആ സൈഡിൻ്റെ ഫുൾ അളവ് എടുത്തിട്ട്
അതിനെ ഞാനൊരു 5 പാർട്ടാക്കി ഡിവൈഡ് ചെയ്തിട്ട് 4.2 ആണ് കിട്ടിയത്. അപ്പം ആ 4.2 ഞാൻ അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയൊക്കെ 4.2 ഉണ്ടോ അവിടെയൊക്കെ അടയാളപ്പെടുത്തി. അപ്പോൾ ഒരു 3 ഹോൾ വീതം കിട്ടും നമുക്ക്. അപ്പോൾ ഹോൾ ഉണ്ടാക്കാനായിട്ട് ജസ്റ്റ് ഇങ്ങനെ പേജ് മറിച്ച് വെച്ചിട്ട് മുട്ട് സൂചി എടുക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ സാധാ സൂചി എടുക്കുക. എന്നിട്ടൊന്ന് ഹോളിങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഹോളായി. അത് ഞാൻ മടക്കി വെച്ചിട്ടാണ് ചെയ്യുന്നത്, അപ്പോൾ എവിടെയോ മാർക്ക് ചെയ്ത് കാണാമല്ലോ. സോറി, 3 അല്ല 4 ഹോളുണ്ട് കേട്ടോ. 4 ഹോള് കിട്ടും. അപ്പോൾ ഇതുപോലെ എല്ലാ പേജും നമ്മൾ ചെയ്തെടുക്കണം. എല്ലാ പേജും ഇതുപോലെ ഹോളാക്കി ആദ്യം വെക്കണം, എന്നിട്ട് വേണം ബൈൻഡ് ചെയ്യാൻ തുടങ്ങാനായിട്ട്. അപ്പോൾ നമുക്ക് അളവ് തെറ്റിപ്പോവില്ല. അപ്പോൾ കറക്റ്റായിട്ടുള്ള അളവ് മാർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അല്ല, കൈ എങ്ങാനും തെറ്റിപ്പോയിട്ട് മാർക്കിങ് വേറെ ആയിട്ട് വരികയാണ്, അല്ലെങ്കിൽ പേജിൻ്റെ സൈസ് വ്യത്യാസം വരികയാണ് എന്നൊക്കെ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ബൈൻഡ് ചെയ്ത് വരുമ്പോൾ അത് വൃത്തികേടായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം കറക്റ്റായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഞാൻ പിന്നെ സൂചി വെച്ചിട്ട് ഇതുപോലെ ഹോൾ ഉണ്ടാക്കി കൊടുത്തു. ഇങ്ങനെ മടക്കിയ ഭാഗത്ത് നിന്ന് ഹോൾ ഉണ്ടാക്കാൻ ഈസി ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ടെക്നിക്ക് നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ ഈസി ആയിട്ട് ചെയ്തു. പിന്നെ കീറിയ ഭാഗത്തുണ്ടല്ലോ, ഇതുപോലെ ഞാൻ ഗ്ലൂ തേച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല ഭംഗിയിൽ വരും. അപ്പോൾ എല്ലാ പേജും ഇതുപോലെ ഹോളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. എനിക്കിത് ഇങ്ങനെയൊക്കെ പിടിച്ച് നോക്കുമ്പോഴൊക്കെ നല്ല രസം തോന്നിയിട്ടോ. കാരണം നമ്മളായിട്ട് ഇങ്ങനെ ഒരു പേജൊക്കെ ഉണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോൾ, ഇപ്പോൾ അതേ ബുക്ക് ഉണ്ടാക്കാൻ പോവുക. സാധാ നൂലെടുത്തിരിക്കുന്നത്. അപ്പോൾ കളറിന് മാച്ചിന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഗോൾഡൻ നൂലെടുത്തിരിക്കുന്നത്. അത് 2 ഇഴയിലാണ് തുന്നാൻ പോകുന്നത്. അപ്പോൾ 2 ഇഴയിൽ ആക്കിയിട്ട് സൂചിയിൽ കോർത്തെടുത്തിട്ടുണ്ട്. പിന്നെ അറ്റത്തായിട്ട് ഒരു കെട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൈ വെച്ചിട്ട് കെട്ടിടാൻ അറിയാത്തവർ അമ്മമാരോട് ചോദിച്ചാൽ മതി. അത് ഈസി ആയിരിക്കും അവർക്കൊക്കെ അത് കെട്ടിടാനൊക്കെ. ഇങ്ങനെ ചുരുട്ടി വെറുതെ ഇങ്ങനെ കയ്യിലിട്ട് ഉരുട്ടിക്കഴിഞ്ഞാൽ കെട്ടായി. ഇനി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ 3 പേജ് വെച്ചിട്ടാണ് ബൈൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓരോ സിംഗിൾ പേജ് അല്ല. ആദ്യം ഞാൻ ബൈൻഡ് ചെയ്തു ഈ പേജസ് വെച്ചിട്ടേ. അപ്പോൾ സിംഗിളായിട്ട് ഞാൻ ബൈൻഡ് ചെയ്തു. അപ്പോൾ ലൂസായിട്ട് ഊരിപ്പോവാം, കാണാൻ ഒരു മെനയില്ല. അപ്പോൾ ഞാൻ എല്ലാം ഊരിയിട്ട് എല്ലാ കെട്ടും പൊട്ടിച്ച് എല്ലാ കെട്ടും ഞാൻ വെട്ടിക്കളഞ്ഞതിന് ശേഷം 3 പേജ് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ 3 പേജ് എടുത്തു. എന്നിട്ട് നമ്മൾ ഫസ്റ്റത്തെ ഹോളിലൂടെ നമ്മൾ സൂചി കയറ്റി കൊടുക്കുകയാണ്. സൂചിയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ കുട്ടികളാണെങ്കിൽ ശ്രദ്ധിക്കുക. മുതിർന്നവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതായിരിക്കും ഉത്തമം. കണ്ണിലെങ്ങാനും കൊണ്ടു കഴിഞ്ഞാൽ പ്രശ്നമല്ലേ. അപ്പോൾ നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ഹോളിലൂടെ നമ്മൾ ഇതുപോലെ സൂചി വെച്ച് കൊടുത്തു. എന്നിട്ട് നമ്മൾ വലിച്ചു കൊടുക്കാം. അപ്പോൾ കെട്ടുള്ളത് കൊണ്ട് അതവിടെ സ്റ്റക്കാവും. അടുത്ത ഹോളിലൂടെ ഉൾഭാഗത്തായിട്ട് വരുന്നത്, ആ ഉൾഭാഗത്തു നിന്ന് പുറത്തേക്ക് നമ്മൾ വലിച്ചു കൊടുക്കാം. അതിന് ശേഷം അടുത്ത ഹോളിലേക്ക് അവിടെ നിന്ന് തന്നെ തിരിച്ച്. അപ്പോൾ ചെയ്യണത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് അപ്പുറത്തേക്ക് ഞാൻ അവിടെ നിന്ന് എന്താ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആ ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ 2 ഇതുപോലത്തെ ഇഴകളായിരിക്കും. അത് അടുത്തതിലേക്ക് നമ്മൾ സൂചി കയറ്റിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വലിക്കുക. ആക്ച്വലി ഇത് 3 പേജ് വെച്ച് ചെയ്യാനായിട്ട് ഭയങ്കര ഈസിയാണ് കേട്ടോ. ഞാൻ ആദ്യം ചെയ്തതുപോലെയാണെങ്കിൽ ഇപ്പോഴൊന്നും തീരില്ല, ഭയങ്കര സ്ലോ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളത് തിരിച്ച് ഇതുപോലെ തന്നെ തുന്നിയെടുക്കുകയാണ്. കാരണം ആ ആവാത്ത സൈഡുകൾ തുന്നിയെടുക്കുകയെന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റും. ആ ഹോളിലൂടെ തന്നെ തിരിച്ച് ഇങ്ങോട്ട് തുന്നിയെടുക്കുക. അപ്പോൾ എല്ലായിടത്തും ഇതുപോലെ നൂലാവും. ഇത് ബേസ് ലൈൻ മാത്രം ഇത്ര കാര്യമായിട്ട് ചെയ്യേണ്ടതുള്ളൂ. ബാക്കിയുള്ള ലൈൻസൊക്കെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചെയ്തു പോകേണ്ട ആവശ്യമുള്ളൂ. ഇനി അറ്റത്തെത്തുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ തിരിച്ച് ഇങ്ങോട്ട് ഉള്ളിലേക്ക് തന്നെ ആക്കി കൊടുക്കാം. സൂചി പുറത്തേക്ക് വരണ രീതിയിൽ നമ്മൾ കോർത്തിട്ട് അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കണം. ജസ്റ്റ് ഇങ്ങനെ നൂല് അതിൻ്റെ ഉള്ളിൽ കൂടി എടുത്തിട്ട് സൂചി അതിൻ്റെ ഉള്ളിൽ കൂടി എടുത്ത് ഒരു ചെറിയൊരു കെട്ട്, അതിപ്പോൾ കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ കെട്ടിടുന്നത്.
അപ്പോൾ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ അത് വലിച്ചിട്ട് ഇങ്ങോട്ട് മൂലയ്ക്കാക്കിയാൽ മതി. അതിനുശേഷം അതേ ഹോളിലൂടെ തന്നെ തിരിച്ച് താഴേക്ക് ഇറക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇറക്കുമ്പം ആ കെട്ടടക്കം ബാക്കിലോട്ട് വലിയും. അപ്പോൾ ആ കെട്ട് അവിടേക്കാവും കേട്ടോ. ഞാൻ അടുത്ത പേജ് വെക്കേണ്ട സമയമായി. അപ്പോൾ ഈ വീണ്ടും 3 പേജ് എടുത്തിട്ട് നമ്മൾ മടക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് ഹോൾസൊക്കെ നോക്കിയിട്ട് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ തെറ്റിപ്പോവും. എന്നിട്ട് നമ്മൾ നല്ല മുറുക്കെ കൈ വെച്ചിട്ട് പിടിച്ചാൽ മതി. കാരണം നമുക്ക് മറിച്ച് ചെയ്യേണ്ടതായിട്ടുള്ളത് കൊണ്ട് നമുക്ക് അധികം ക്ലിപ്പൊന്നും ഇട്ട് വയ്ക്കാൻ പറ്റില്ല. ഇപ്പം ചെയ്തതുപോലെ ആ ഹോളിൽ കൂടി എടുത്തു, എന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം ഇനി ഇവിടെ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ലൂപ്പ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് അവിടെ ഓൾറെഡി നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന നൂലുകളുണ്ടാവും. അപ്പം അത് കണ്ടോ, ഞാൻ വലിച്ച് കാണിച്ചു തരാം. അതാണ് നൂല്. ആ നൂലിൽ കൂടെയാണ് നമ്മൾ ഇനി കോർക്കാൻ പോകുന്നത്. ആ നൂലിൽ കൂടെ കോർക്കുക. അതിനുശേഷം അപ്പുറത്ത് അതുപോലെ തന്നെ ഒരു നൂലുണ്ട്. ആ നൂലിൽ കൂടി അങ്ങോട്ട് തന്നെ കോർക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ പുതിയ വെച്ചേക്കണ പേപ്പറുകളുണ്ടല്ലോ, അതിലത്തെ ഹോളിൽ കൂടെ അങ്ങോട്ടേക്ക് ഉള്ളിലോട്ടേക്ക് തുന്നിയെടുക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് കാണിക്കാം. നമ്മളത് വലിക്കുന്നു. കറക്റ്റായിട്ട് വലിക്കണം. അധികം നൂലെടുക്കരുത് എടുക്കുമ്പോഴേ. അതായത് നമ്മൾ കോർക്കാനായിട്ട് നമുക്ക് തീരുമല്ലോ, നൂല് തീർന്നു പോവുമല്ലോ. അപ്പോൾ നമ്മൾ വീണ്ടും നൂലെടുക്കും. അപ്പോൾ അധികം നൂല് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെട്ട് എവിടെയെങ്കിലുമൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നോക്കി ചെയ്യാം. അപ്പോൾ പുറത്തേക്ക് എടുക്കുക. പുറത്തേക്ക് എടുത്തിട്ട് അടുത്ത ഹോളിൽ കൂടെ നമ്മൾ തിരിച്ച് വിടുകയാണ് താഴത്തോട്ട്. എന്നിട്ട് അവിടെ ഇതുപോലെ തന്നെ ഒരു സ്ഥലം ഉണ്ടാവും. അപ്പോൾ അവിടെ ഇതുപോലെ തന്നെയായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ലൂപ്പ് ഇടുകയാണ് ചെയ്യുന്നത്. അവിടെയും നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു സ്ഥലമുണ്ട് ലൂപ്പിടാൻ. അത് ലൂപ്പിട്ടു. തിരിച്ചുള്ളിൽ കൂടെ പുറത്തേക്ക് ഇറക്കിയെടുത്തിട്ടുണ്ട്. ഇനി തുമ്പത്തെത്തുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. തുമ്പത്തെത്തുമ്പം അവിടെ നമ്മളൊരു കെട്ടിട്ട് കൊടുക്കണം. അവിടെയും അത് ഒരു സൈഡിലല്ലേ ഉണ്ടാവുള്ളൂ, മറ്റേ സൈഡിൽ ഉണ്ടാവില്ലല്ലോ. ജസ്റ്റ് ഇങ്ങനെ ആക്കുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം അടുത്ത പേപ്പർ വയ്ക്കാനുള്ള സമയമായി കേട്ടോ. അവിടെ നല്ല കെട്ടിട്ട് കൊടുക്കണം. കാരണം വിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്, ഗ്യാപ്പ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഗ്യാപ്പൊന്നും വരാത്ത രീതിയിൽ നല്ല ടൈറ്റായിട്ട് തന്നെ ത്രെഡ് നല്ല പുള്ള് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഗ്യാപ്പൊന്നും വരില്ല. ഗ്യാപ്പ് വന്നാലും സാരില്ല, നമുക്ക് അവസാനം അത് പശ വെച്ച് ഒട്ടിച്ചാലും അവിടെ സെറ്റായിട്ട് ഇരുന്നോളൂ. അങ്ങനെ ഒരു സെറ്റപ്പ് ഞാൻ കണ്ടുപിടിച്ചേക്കണതാണ്. ഇനി മൂന്നാമത്തേതായിട്ട് നമ്മൾ പേജ് വെക്കണ സമയത്ത് നമ്മൾ നേരത്തെ ഇട്ട കെട്ടിക്കൂടെ ജസ്റ്റ് ഒന്ന് അപ്പുറത്തേക്ക് കടത്തി കൊടുത്താൽ മതി. അവിടെ നിന്ന് കടത്തി കൊടുത്തിട്ട് ആ ഹോളിൽ കൂടെ തിരിച്ച്, അതായത് പുതിയ വെച്ച പേജിൻ്റെ ഹോളിൽ കൂടെ തിരിച്ച് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി കൊടുക്കുക. ഇത് എളുപ്പമാണ്, പക്ഷേ ഞാൻ പറയുമ്പോൾ ഇച്ചിരി കൺഫ്യൂഷനായിരിക്കും. അടുത്തൊരു ലൂപ്പും കൂടി വരുന്നുണ്ടല്ലോ. അപ്പം ഞാൻ കാണിക്കാം എങ്ങനെ ശരിക്കും ചെയ്യുന്നതെന്ന്. കണ്ടോ, മുന്നിട്ട കെട്ടിൻ്റെ ആ സൈഡിൽ കൂടെ ഇങ്ങനെ കയറ്റി കൊടുക്കുക. എന്നിട്ട് സൂചി ഇപ്പുറത്ത് കൂടെ അങ്ങ് എടുത്ത് വലിച്ചു കൊടുക്കുക. അതിനുശേഷം അവിടെയുള്ള ഹോളിൽ കൂടെ തിരിച്ച് ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുക. സാധാ നൂല് തുന്നുന്നത് പോലെ തുന്നി കൊടുക്കുക. അറ്റത്തെത്തുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ചെയ്ത പോലെ തന്നെ നൂലിൻ്റെ ഇടയിൽ കൂടെ കയറ്റുക. എന്നിട്ട് അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് അടുത്ത പേജുകൾ വയ്ക്കുക. അങ്ങനെ തന്നെ തുന്നി പോകുക. ഇനി വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ല കേട്ടോ. കണ്ട, അവിടെ ഒരു ചെറിയ വ്യത്യാസം വന്നത് പേജിൻ്റെ അലൈൻമെൻറ്റിലൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. കണ്ടോ, അവിടെ അത് കൂടെ കയറ്റി കൊടുക്കുക. എന്നിട്ട് അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാം തുന്നിക്കഴിഞ്ഞതിന് ശേഷമുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ എല്ലാം തുന്നിക്കഴിഞ്ഞിട്ടുണ്ട്. തുന്നിക്കഴിഞ്ഞതിന് ശേഷം അവസാനം കെട്ടിടാനും മറക്കണ്ട, നൂല് കഴിഞ്ഞ് പോരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അവസാനം ഇതുപോലെ കെട്ടിട്ട് കൊടുത്തു. എല്ലാം നല്ല ഭംഗിയിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഗ്യാപ്പൊന്നും വരാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം അധികം ഗ്യാപ്പ് വരാത്ത രീതിയിൽ നിങ്ങളും നൂല് നന്നായി വലിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഗ്യാപ്പ് വരും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ക്ലിപ്പിട്ട് വയ്ക്കുകയാണ്, കാരണം തെറ്റി പോകാതിരിക്കാൻ. എന്നിട്ട് ക്ലിപ്പിട്ടിട്ട് അവിടെ പശ തേച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. കാരണം ആ നൂലൊക്കെ ഇച്ചിരി ലൂസായി വരാനും ചിലപ്പോൾ എങ്ങാനും നമ്മളുടെ കൈ വെച്ച് കെട്ടിയിട്ടൊക്കെ എടുക്കണതല്ലേ, അപ്പോൾ അതൊക്കെ ഊരി വരാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ച് പശ തേച്ച് ഒന്ന് ഫിക്സ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്.
നമ്മളതേ പശ തേച്ചിട്ടുണ്ട്. കുറച്ച് കട്ടിക്ക് തന്നെ തേച്ച് കൊടുത്ത് ഉള്ളിലേക്ക് കയറേണ്ട ആവശ്യമില്ല, പക്ഷേ പുറമേ നന്നായിട്ടാവും വേണം. അപ്പോൾ അതേ കൈ കൊണ്ടാണ് ചെയ്യുന്നത്, വേറെ എക്യുപ്മെൻറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ കൈ വെച്ച് തന്നെ നമ്മൾ ഒന്ന് തേച്ച് കൊടുക്കുക. അവിടെ നിന്നിട്ട് ഒരു പേജ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ പശ അവിടെ തന്നെ ഇരിക്കാനായിട്ട്, അതേപോലെ തന്നെ പേജുകൾ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് പേജ് എടുത്തു. എന്നിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, പക്ഷെ എന്നാലും ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വൃത്തിക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇതുപോലെ അങ്ങ് ഒട്ടിച്ച് 2 സൈഡിലേക്കുമായിട്ട് മടക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചട്ട വേണമല്ലോ. ചട്ടയ്ക്ക് വേണ്ടിയിട്ട് 2 കാർഡ്ബോർഡ് കഷ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാർഡ്ബോർഡ് കഷ്ണം ഒന്ന് വളഞ്ഞിട്ടാണ് ഇരിക്കണേ. അപ്പോൾ അതൊന്ന് സ്ട്രെയിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് കയ്യിലുള്ള സെല്ലോ ടേപ്പ് എടുത്തിട്ട് അതൊന്ന് നടുവിലൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ, കാരണം ആ ഒരു ബലത്തിൽ അങ്ങ് ഇരുന്നോളും. അപ്പോൾ ഞാനിങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് സെല്ലോ ടേപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ഒട്ടിച്ചു. അപ്പം അത് കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ സ്റ്റഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു പേപ്പർ ആവശ്യമാണ് അതിൻ്റെ പുറം ഭാഗത്ത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. ഉൾഭാഗത്താണ് ഒട്ടിക്കുന്നത്, കാരണം പുറം ഭാഗം കാണില്ല. പുറം ഭാഗത്ത് വേറെ നമ്മളൊരു സംഭവം വെച്ചിട്ട് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉൾഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ വെച്ച് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫുഡൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സാധാ ഇതാണ്, പേപ്പറാണത്, ബ്രൗൺ പേപ്പറാണ്. അപ്പോൾ ആ ബ്രൗൺ പേപ്പർ നമ്മൾ ഈ ചട്ടയുടെ ഒരു ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ പശ തേച്ചിട്ടുണ്ട്, അങ്ങ് ഒട്ടിച്ചു കൊടുത്താൽ മതി. അതുപോലെ അപ്പുറത്തെ ഭാഗത്തും പശ തേച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്കിൻ്റെ ഭാഗം ഉണ്ടാവുമല്ലോ, ബുക്കിൻ്റെ അരികു ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കുക. ഒരു സൈഡും ഇതുപോലെ നമ്മൾ പശ തേക്കുക. എന്നിട്ട് നേരത്തെ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ആ പേജിൻ്റെ ഒരു മറുഭാഗത്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അതെ ഈ ഭാഗം സെറ്റായിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തെ ഭാഗത്തും ഇതുപോലെ ചട്ടയിൽ നമ്മൾ പശ തേച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫ്ലെക്സിബിളായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. കണ്ടോ, അപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇതേ കണ്ടോ, എല്ലാം ശരിയായിട്ടുണ്ട്. ഇതേ കണ്ടോ, നല്ല രസത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഭംഗിയുള്ള പുറം ചട്ടയാണെങ്കിൽ വേറൊരു ചട്ടയുടെ ആവശ്യമില്ല. ഇപ്പം ഞാൻ ഇത് സാധാ ഒരു കാർഡ്ബോർഡ് ആയതുകൊണ്ട് ഞാൻ പുറത്തേക്ക് വേറൊരു ചട്ട എന്നുള്ള രീതിയിൽ കുറച്ചും കൂടി എസ്തെറ്റിക്കായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതുപോലത്തെ റെക്സിനാണ് ഉപയോഗിക്കുക. അപ്പോൾ റെക്സിൻ എടുത്തിട്ടുണ്ട്. അത് സോഫയിലൊക്കെ യൂസ് ചെയ്യുന്ന റെക്സിനാണ്. അപ്പോൾ സോഫ ഒക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്തൊക്കെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ. അത് എനിക്കൊരു 100 രൂപയ്ക്കാണ് കിട്ടിയത്. അത് 1 മീറ്റർ ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്, ബുക്കിൻ്റെ അളവിന് മുറിച്ചെടുത്തിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നീളത്തിൽ മുറിക്കണം. എന്നിട്ട് സൈഡിലിങ്ങനെ ബുക്ക് കവർ പോലെ ആക്കി എടുക്കുകയാണ് ചെയ്തത്. ഞാൻ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ചെയ്തത്. നമ്മുടെ കയ്യിൽ ഗ്ലൂ ഗൺ, നമ്മൾ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഗ്ലൂ ഗൺ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമ്മൾ സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തേക്കണേ. പിന്നെ നമ്മളൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് വീടിൻ്റെ പുറത്ത് നോക്കിയപ്പോൾ ഒരു തൂവൽ എടുക്കണ്ടായിരുന്നു. വെള്ള തൂവലായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ചെറിയൊരു കറുപ്പ് കളറൊക്കെ കയറി വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാനതൊന്ന് വെട്ടി ഒന്ന് ചെറുതാക്കി കൊടുത്തു, കുറച്ചുകൂടെ എസ്തെറ്റിക് ആക്കാനായിട്ടതേ നൂലല്ലെങ്കിൽ ചാക്ക് ചരടോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം. ഞാനിവിടെ ലേസാണ് എടുത്തിരിക്കുന്നത്, സാറ്റിൻ്റെ ലേസ് കിട്ടുമല്ലോ, അത് ഞാനവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് തൂവലിൽ ചുറ്റിയിട്ട് നമ്മൾ കുറച്ച് ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തേക്കണത്. പിന്നെ 2 ബട്ടൺ, ഡ്രസ്സിൻ്റെ മുകളിലത്തെ ബട്ടൺ ഉണ്ടല്ലോ, അത് 2ഉം വേസ്റ്റായിട്ട് കിടക്കുന്നുണ്ടായിരുന്നത്, അത് 2ഉം എടുത്തിട്ട് അവിടെ ഇവിടെ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഞാൻ അവസാനമായിട്ട് എനിക്ക് കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ എനിക്കൊരു ബുദ്ധി തോന്നി, ഒരു യെല്ലോ ക്ലോത്ത് എടുത്തിട്ട് ഞാൻ അവിടെ കെട്ടിക്കൊടുത്ത് കുറച്ചും കൂടി എസ്തെറ്റിക്കാക്കി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര പ്ലെയിനായിട്ട് തോന്നി. അപ്പോൾ അതിൻ്റെ മേൾഭാഗത്തായിട്ട് ഇതുപോലെ ഒരു പേപ്പർ ഒട്ടിച്ചിട്ട് ജേർണലിന് എഴുതി കൊടുക്കുകയും ചെയ്തു. ഇനി ഈ ബുക്ക് യൂസ് ചെയ്തിട്ട് ഒരു ജേർണലിങ് ചെയ്യണം. പക്ഷേ എൻ്റെ കയ്യിൽ ജേർണൽ സപ്ലൈസ് ഒന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ അത് തൊട്ടിട്ടേ ഇല്ല. ഞാനത് ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.